നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇതിന് മുമ്പിട്ട് വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന ആ ഒരു സ്നേഹത്തിനും റിവ്യൂസിനും എല്ലാത്തിനും ഒത്തിരി നന്ദി. എല്ലാവരും എന്നെ കുറേ പ്രോത്സാഹിപ്പിച്ചു. പുതിയ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു പലരും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പുതിയ ഇൻസ്ട്രുമെൻറ്റുമായിട്ടാണ്. എന്താണെന്നറിയോ? ഡ്രോൺ. എനിക്ക് എൻ്റെ മകൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. അത് നമ്മൾ സാധാ മൊബൈലിലും ക്യാമറയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോനെ എനിക്കൊരു ഡ്രോൺ ഗിഫ്റ്റ് ചെയ്യുന്നത്. അതെനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ആ ഡ്രോണാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഞാൻ ഡ്രോൺ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രോണ്. കണ്ട, ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറയട്ടെ. ഇതിന്റെ വെയിറ്റ് 249 gram ആണ്. നമുക്ക് 250യുടെ മുകളിൽ പോയാൽ സ്പെഷ്യൽ ലൈസൻസുകൾ വേണം. കുറെ റെസ്ട്രിക്ഷൻസ് അതിന് കൂടുതലുണ്ട്. പക്ഷെ കൂടുതൽ നല്ലത് അതാണ്. എങ്കിലും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയത് ഈ 249 ഗ്രാമിന്റെ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് റെസ്ട്രിക്ഷൻസ് വളരെ കുറവാണ്. പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഇതിന് റെസ്ട്രിക്ഷൻസ് വരുന്നുള്ളൂ. ആ സ്ഥലങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. പിന്നെ ഇത് ട്രാവൽ ഈസി ടു ക്യാരി ആയത് കാരണം ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇതിന് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല 4K വീഡിയോ, HDR വീഡിയോസ്, ഫോട്ടോസ് എല്ലാം നല്ലതായിട്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ശരിക്കും ഇതിന് 51 minutes ആണ് ഫ്ലൈയിങ് ടൈം പറയണമെങ്കിലും അത്രയും നമുക്ക് കഴിയില്ല. നമുക്കൊരു 30-35 minutes വരെ നന്നായിട്ട് നമുക്ക് ഫ്ലൈയിങ് ടൈം കിട്ടും. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ കുറേ ഉണ്ട്. ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം. പറത്തുന്നതിന് മുമ്പ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതിന് വിൻഡ് റെസിസ്റ്റൻസ് ഉണ്ട്. 23 miles per hour ആണ് ഇതിന്റെ വിൻഡ് റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ അതിലും കൂടുതൽ വിൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോണിനെ ബാധിക്കും. അതുകൊണ്ട് അത് എപ്പോഴും പറത്തുന്നതിന് മുമ്പ് നോക്കണം. പിന്നെ GPS നമ്മൾ ആപ്പിൽ നോക്കിയാൽ മതി. ആപ്പിൽ നമ്മൾക്കതെല്ലാം കിട്ടും. പിന്നെ ഇനി പറയാനുള്ളത്, നമ്മൾക്ക് റെസ്ട്രിക്ഷൻസ് ഏരിയാസ് ഉണ്ട് ഡ്രോൺ പറത്തുന്നതിന്. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പോർട്ട്, മിലിറ്ററി ഏരിയകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ എന്താ പറയുക, നമ്മുടെ എയർപോർട്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റില്ല. അതിന് എല്ലാം പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഫ്ലൈയിങ് ടൈം പറയുന്നത് 51 minute ആണ്. എങ്കിലും നമുക്ക് ഒബ്വിയസ്ലി അത്രയും കിട്ടില്ലല്ലോ, അതെല്ലാവർക്കും അറിയാലോ. പക്ഷേ എനിക്ക് 40 minutes വരെ കണ്ടിന്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 40 minutes വരെ ഇതിനെ പരീക്ഷണാർത്ഥം പറത്തി നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബാറ്ററി മേടിച്ച് വെക്കാം. എനിക്ക് ഈ പാക്കിൻ്റെ കൂടെ തന്നെ 2 എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു ടൈം നമുക്ക് ഫ്ലൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഒരു ബാഗ് കിട്ടുന്നുണ്ട്, ക്യാരി ചെയ്യാൻ എളുപ്പം. അത് കാരണം ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോള്. കണ്ട, ഇതിനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് പറത്താനായിട്ട് ഇതിൻ്റെ റിമോട്ട് റെഡിയായി കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഇതിനെ ചാർജ് ചെയ്യാനായിട്ടുള്ള ബാറ്ററി പാക്കാണിത്. ഓക്കെ, ഈ റിമോട്ട് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഫോൺ കണക്ഷൻ കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ആൻറ്റിന ഇതാണ് കേട്ടോ. ഈ ആൻറ്റിന ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു വയറുണ്ട്, കേബിൾ. ഈ കേബിള് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ട് ഫോണിലേക്ക് ഇത് കണക്ട് ചെയ്താൽ നമ്മൾക്ക് ഡ്രോൺ പറത്താനുള്ള റിമോട്ടും ഇതുമെല്ലാം സെറ്റായി. ഓക്കെ, അപ്പോൾ ഈ ഡ്രോണിന് കണ്ട ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. നമ്മൾ അതിനെ ഒന്ന് 1 പ്രസ് ചെയ്തു, പിന്നെ ഒരു ലോങ് പ്രസ് ചെയ്തു. അതോടുകൂടി ഇത് കാലിബ്രേറ്റ് ചെയ്ത് റിമോട്ടുമായിട്ട് പെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിമോട്ടുമായിട്ട് പെയർ ചെയ്തിട്ട് ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഈ കണ്ട ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ട ഇവിടെ എല്ലാം ഉള്ളത്. ഇനി നമ്മളിതിനെ ഇവിടെ വെക്കാം.
എന്നിട്ട് റിമോട്ട് എടുത്തിട്ട് അതിനെ പറത്താം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഫോൺ കണക്ട് ചെയ്തു, എന്നിട്ട് വയറും കണക്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഈ പവർ സ്വിച്ച് കണ്ടോ, അതിനെ നമ്മളിങ്ങനെ ഓൺ ചെയ്തു. കണ്ടോ, ഗ്രീൻ ലൈറ്റ് വന്നു. ഇപ്പം നമ്മൾക്ക് നമ്മുടെ ഡ്രോൺ പറത്താൻ റെഡിയായി. ഇനി നമ്മൾക്ക് ഡ്രോൺ പറത്താനായിട്ട് തുടങ്ങാം കേട്ടോ. ഓക്കെ, എന്നാൽ അപ്പോൾ നമ്മുടെ ഡ്രോൺ പറക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ടേക്ക് ഓഫ് ചെയ്യുന്നു. നമ്മൾ ഡ്രോൺ മുകളിൽ 63 മീറ്റർ ഉയരത്തിലാണിപ്പോൾ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വീഡിയോസ് നമ്മുടെ വീടിൻ്റെ ചുറ്റിനുള്ള സറൗണ്ടിങ്സ് മൊത്തം നമുക്ക് ഡ്രോണിലൂടെ ഇങ്ങനെ പകർത്താൻ പറ്റും. സ്വിച്ച് കണ്ടോ, ഇതിനെ നമ്മളിങ്ങനെ മുകളിലേക്ക് ആക്കുമ്പോൾ ഇത് വീണ്ടും ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഇപ്പോൾ ഒത്തിരി ഹൈറ്റിൽ പോകണം. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് 71 മീറ്റർ ഹൈറ്റിൽ പോയിട്ടുണ്ട്, 79, 80. ഇനി അതിനെ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ താഴത്തേക്കുള്ള ഹൈറ്റിൻ്റെ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ 75, 70ലേക്ക് വന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ഈ സ്വിച്ചിനെ നമ്മൾ റൈറ്റിലേക്ക് ആക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രോൺ മൂവ് ചെയ്യും. നമ്മൾ റൈറ്റിലേക്ക് ആക്കുമ്പോൾ ഡ്രോൺ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് പിക്ചേഴ്സ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കുമ്പോൾ ഡ്രോൺ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇനി നമുക്ക് ഡ്രോണിനെ താഴത്തേക്ക് ഇറക്കാം. ഇവിടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ കുറച്ച് മഴക്കാറൊക്കെ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ക്ലൈമാറ്റിക് കണ്ടീഷൻ ഓക്കെയാണ്. എങ്കിലും നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. ഞാൻ താഴത്തേക്ക് ഇറക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രോണിനെ താഴെ ഇറക്കി. കാരണം ക്ലൈമാറ്റിക് വാർണിംഗ് വന്നു, നല്ല മഴക്കാറ് പെട്ടെന്ന് വന്നു. ഇന്ന് നല്ല വെയിലായിരുന്നു, എന്നാലും നമുക്ക് അധികം ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇതിന് മുമ്പ് എടുത്ത ഫുട്ടേജുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇനിയും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.